അങ്ങനെ ട്രംപ് വിജയിച്ചു. ഉക്രൈനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് നിർത്തി. അതായിരുന്നു ട്രംപ് ആഗ്രഹിച്ചത്. ഇനി അങ്ങോട്ട് ഉക്രൈനിലുള്ള ഒരു വലിയ കടന്നുകയറ്റമായിരിക്കും ട്രംപ് നടത്താൻ പോകുന്നത്. അല്ലേ? സംശയം എന്താ? അതിൻ്റെ തുടക്കം നേരത്തെ തന്നെ കുറിക്കപ്പെട്ട് കഴിഞ്ഞ യുദ്ധത്തിൻ്റെ വിധിയും കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ട്രംപ് എന്ന കൊമ്പൻ ഒന്ന് ചിഹ്നം വിളിച്ചു. അതോടുകൂടി ഒന്ന് ഷോ കാണിക്കാൻ വന്ന സെലൻസ്കി കീഴടങ്ങി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം നേരെ പോയത് ബ്രിട്ടനിലോട്ടാണ്. ഇപ്പോൾ മാതൃഭൂമി പത്രമൊക്കെ എഴുതി ചങ്കൂറ്റം എന്നൊക്കെ അടിക്കുറിപ്പുകൾ സെലൻസ്കിയുടെ ചങ്കൂറ്റം. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പിന്നിൽ. ആരുടെ? സെലൻസ്കിയുടെ പിന്നിൽ. അമേരിക്ക ഒറ്റപ്പെട്ടു എന്നുള്ള മട്ടിൽ. സംഭവം എന്താണെന്നറിയാം? അദ്ദേഹം ബ്രിട്ടനിൽ പോയി. അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കെ എസ് സ്റ്റോമറുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹം എന്ത് ചെയ്തു? 2 കോടി രൂപ ഞങ്ങൾ തരാം. അമേരിക്ക കൊടുക്കുന്ന എത്ര? $67,000 കോടി. ആ സ്ഥാനത്താണ് 2 കോടി രൂപ. അത് എങ്ങനെ? അമേരിക്ക കൊടുക്കുന്നത് സൗജന്യം, 5 പൈസ പലിശയില്ല, ലോണല്ല, സൗജന്യ സഹായമാണ്. ഇവിടെ ഇദ്ദേഹം കൊടുക്കാവുന്നത് കടം, തിരിച്ച് പലിശയോടുകൂടി തിരിച്ചു കിട്ടണം. ഇതുകൊണ്ട് വല്ലതും റഷ്യ എന്ന് പറയുന്ന വൻ കരടിയോട് ഏറ്റുമുട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാക്രോൺ എന്ന് എഴുതുമെങ്കിലും മാക്രോൺ എന്നേ പറയും. അദ്ദേഹവും ഞങ്ങൾ സഹായം തരും. എന്ത് സഹായം? കൊടുക്കാനൊന്നും ഇല്ലെന്നേ കയ്യിൽ. ജർമ്മനി, കാനഡ, ഇവർക്ക് വല്ലതും കയ്യിലുണ്ടോ? കയ്യിലിരിപ്പ് നീക്കിയിരിപ്പോഴോ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. കാര്യം എന്ത് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയെ, വേൾഡ് ബാങ്കിനെ ഒക്കെ താങ്ങി നിർത്തുന്നത് ഈ അമേരിക്കയാണ്. ബ്രിട്ടൻ വുഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ആ സ്ഥാപനങ്ങളുണ്ട്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ്, വേൾഡ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം നിലനിർത്തുന്നത് അമേരിക്കയുടെ പണം, അവരുടെ നിക്ഷേപമാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് മാത്രമേ ഈ ശക്തമായിട്ട് റഷ്യക്കെതിരെ നിൽക്കാൻ പറ്റൂ. അല്ലാതെ ഈ കൊച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈർക്കിൽ പാർട്ടികളുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാവും അവരുടെ വിലയേ ഉള്ളൂ. ഒരു കുന്തവും ചെയ്യാനില്ല. എന്ത് ചങ്കൂറ്റമാവിന്. അപ്പോൾ ഇത് ബോധ്യമായി. സെലൻസ്കിക്ക് ആദ്യം പിടികിട്ടിയില്ല. അപ്പോൾ ഇത് കടവുമായിട്ടാണ് കിട്ടുന്നത്. ഇതുകൊണ്ടൊന്നും യുദ്ധം നിലനിർത്താൻ പറ്റുകയില്ല. യുക്രൈൻ മുഴുവൻ റഷ്യയുടെ അധീനത്തിൽ പോകും, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും, തനിക്ക് പിന്നെ അധികാരത്തിൽ തുടരാൻ പറ്റില്ല. അവിടെ റെസ്റ്റ്ലെസ്നെസ്, അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാവും. സെലൻസ്കിയെ പിടിച്ച് ജയിലിലിടും. ഒരു മെഗലോമാനിയാക്ക്, വട്ടുപിടിച്ച ഏകാധിപതി എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സകല ഇമേജും പോകും എന്നുള്ള കാര്യം മനസ്സിലായി. ബോധ്യപ്പെട്ടതോടു കൂടിയാണ് ട്രംപിന് കീഴടങ്ങിയത്. പക്ഷെ ട്രംപിന് കീഴടങ്ങുമ്പോഴും ഈ റഷ്യയുടെ വരുതിയിലും പിന്നെ ഉക്രൈന് നിൽക്കേണ്ടി വരുമല്ലോ ഇനിയിപ്പം. വരും. അതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്: അമേരിക്ക നിങ്ങൾക്ക് സഹായം തുടർന്ന് നൽകാം, പക്ഷേ അങ്ങനെ വേണമെങ്കിൽ ആദ്യം റഷ്യയുമായിട്ട് ഇത് ചർച്ചയ്ക്ക് നീക്കുപോക്ക് നടത്തണം, ശ്രമം നടത്തണം. സമ്മതിച്ചു. റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാർ. എന്തുവരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ട് റഷ്യൻ പ്രസിഡന്റ് വൊളോദിമിർ പുടിൻ എന്ന് പറയണമെന്നാണ് അവർ പറയുന്നത്. റഷ്യക്കാർ വൊളോദിമിർ പുടിനുമായിട്ട് സംഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞത്, യുക്രൈനെ ചോരയിൽ മുക്കിയ ഒരു രാക്ഷസനുമായിട്ടാണോ മോദി ആലിംഗനം ചെയ്യുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിച്ചു. അപ്പോൾ കയ്യടി കിട്ടി. അപ്പോൾ വിചാരിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിച്ചാൽ ലോകം മുഴുവൻ കയ്യടി കൊണ്ട് കയ്യടി കുറേ കിട്ടി. മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ കയ്യടി, ചങ്കൂറ്റം. പക്ഷേ മാതൃഭൂമി കൊടുക്കുമോ യുദ്ധം നടത്താനുള്ള പണം? യൂറോപ്യൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ടോ? കാനഡയുടെ കയ്യിലുണ്ടോ? ലോക ഇക്കോണമി ഇപ്പോൾ തൽക്കാലം നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഒരു സംശയമില്ല. അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ പറ്റില്ല. ഇതിനോടകം 67,000 കോടി അവിടെ ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ട് യുക്രൈൻ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം ഭൂപടത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സഹായമില്ലാതെ ഒന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കീഴടങ്ങാം യുദ്ധത്തെ എല്ലാ സർവ ഉപാധികളും അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ കാല് പിടിച്ച് ദണ്ഡപ്രണാമം നടത്തുന്ന പോലെ, സാഷ്ടാംഗം നമസ്കരിക്കുന്ന പോലെ ഇനി പോകുമ്പോൾ സെലൻസ്കി മാത്രമല്ല പോകുന്നത്, ഈ പറഞ്ഞ
സ്റ്റോമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള മാക്രോ, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് അവിടെ പോയി ചർച്ച നടത്തി. അപ്പോൾ പറയും റഷ്യയുമായിട്ട് നിങ്ങൾ ആദ്യം പോയി ചർച്ച നടത്തും, അപ്പോൾ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക അവിടെ ചെലവഴിച്ച യുക്രൈന് വേണ്ടി കൊടുത്ത 67,000 കോടി രൂപയുടെ വിലയ്ക്കുള്ള ധാതുക്കൾ ഈ രാജ്യത്തേക്ക് കൊടുക്കുക. പിന്നെ സൈനിക സഹായം ചെയ്യും. പക്ഷേ ഈ സൈനിക സഹായം പണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കൊടുത്തിരുന്നത് പോലെ റഷ്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പറയും. പിന്നെ ആർക്കെതിരെ ഉപയോഗിക്കും? വേറെ ശത്രുക്കളൊന്നും ഓർക്കില്ല. അങ്ങനെ ഒരു നീക്കും. കാരണം അമേരിക്കയ്ക്ക് ഈ ആയുധങ്ങൾ ചിലവാകുകയും വേണം, അവിടെ കുന്നുകൂടി കിടക്കുക, അത് ചിലവാകുകയും വേണം. അതിനാണെന്ന് തോന്നുന്നു എനിക്ക് ട്രംപ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കും. ഇത് അവസാന വാണിംഗാണ് എന്ന് പറഞ്ഞു. ഇത് തിരിച്ചു നോക്കാനൊന്നുമില്ല, അവസാനിപ്പിക്കും നിങ്ങളെ. ബന്ദികളിനി അധികം പേരൊന്നുമില്ല, കൂടുതൽ പേരും മരിച്ച ആൾക്കാരാണ്. ശരീരഭാഗങ്ങൾ ശവശരീരമാണെങ്കിലും വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്തില്ലെങ്കിലും വലിയ നഷ്ടം. അല്ല, അത് ഇപ്പം തുടക്ക സമയത്ത് തന്നെ ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതൊക്കെ മറവ് ചെയ്തും അല്ലെങ്കിൽ അവിടെ യുദ്ധനാശം കെടുതിക്കകത്ത് പെട്ടുപോയെങ്കിലും മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ ഇസ്രായേൽ വകവരുത്തിയ നസ്രുള്ള, അതായത് ഹെസ്ബുള്ളയുടെ നേതാവ് നസ്രുള്ള, രണ്ടാമത് അദ്ദേഹം കമാൻഡറായിട്ട് വന്നു. അയാളെ നശിപ്പിച്ചു, കൊന്നു, നിഷ്പ്രയാസം അവർ കൊന്നു. ആ നസ്രുള്ളയുടെ ശവമടക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്, കഴിഞ്ഞതിൻ്റെ മുന്നേ ആഴ്ച. ശവമടക്കിന് അവിടെ വൻ ജനാവലിയായിരുന്നു. എന്നുമാത്രമല്ല, അതിൻ്റെ പുതിയ കമാൻഡർ ഞങ്ങളിതിന് തിരിച്ചടിക്കുമെന്നുള്ള മട്ടിലാണ് പ്രസംഗം നടത്തിയത്. അവരുടെ മൗലിക നേതാവും തിരിച്ചടി കൊടുക്കുമെന്നുള്ള മട്ടിലാണ്. അതിൻ്റെ അർത്ഥം ഈ സമയം കൊണ്ട് തന്നെ ഈ ഹെസ്ബുള്ള റീഗ്രൂപ്പ് ചെയ്തു. അവർക്ക് അതേ ഉള്ള പരിപാടി, രാജ്യം വികസിപ്പിക്കുകയോ ഒന്നും വേണ്ടല്ലോ. ഹമാസിനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് വീണ്ടും ഇസ്രായേലിന് നേരെ റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇനി നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ കൊടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ തീർക്കുക. അതെ, റഷ്യക്കെതിരെ എങ്ങനെ സെലൻസ്കിക്കൊപ്പം നിന്ന് അവർ യുദ്ധം നടത്തിയോ അതുപോലെ ഇവർ ഇസ്രായേലിനൊപ്പം നിന്നിട്ട് അടിച്ചു നിരപ്പാക്കുക തന്നെ ചെയ്യും. ഇത് ട്രംപിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടാണ്. വലിയ പ്രയാസമൊന്നുമില്ല, തൽക്കാലം ഒന്ന് അടിച്ചമർത്താൻ. പിന്നെ അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ വൈറസ് എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമുഖത്ത് ഇല്ലാതാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരത്തിലുള്ള നിപ്പ വൈറസ് ഓരോ സെപ്റ്റംബർ മാസത്തിലും വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇനി പാൻഡമിക് വീണ്ടും ഉണ്ടാകുമെന്ന് പറയുന്നു. അടുത്തത് വരുന്നതിന് ഇപ്പോൾ ഏവിയൻ ഫ്ലൂവിൻ്റെ ആയിരിക്കും. കൊറോണ വൈറസ് അല്ല, ഏവിയൻ ഫ്ലൂവിൻ്റെ വൈറസ് ആയിരിക്കും. കാരണം യാത്രകൾ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് പറയുന്ന പോലെ ഖത്തർ പോലുള്ള ചില രാജ്യങ്ങൾ സഹായം കൊടുക്കും. ആ പണമെല്ലാം കൂടെ സ്വരൂപിച്ചുകൊണ്ട് ഇവരാളെ സംഘടിപ്പിക്കും, റിക്രൂട്ട് ചെയ്യും, ഇസ്രായേലിനെതിരെ വീണ്ടും ഭീകരാക്രമണം നടത്തും. അതാണല്ലോ അവരുടെ ഗവേഷണ വിഷയം. അത് തന്നെ, എങ്ങനെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താം. അത് വീണ്ടും ഉണ്ടാവും. പക്ഷേ അമേരിക്ക സ്ഥിരമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷേ സമാധാനവും ഉണ്ടാവില്ല. പക്ഷേ ഈ സെലൻസ്കിയുടെ അല്ലെങ്കിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ലാതാകും എന്നാണോ തോന്നുന്നത്? ഇല്ല, അങ്ങനെ വരില്ല, അങ്ങനെ ഒരിക്കലും വരില്ല. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഒരു ചർച്ചയുടെ ഫോർമുല. അത് ആദ്യം തൊട്ടേ പറയുന്നത്, റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതെ, അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ആവശ്യപ്പെടരുത് എന്നാണ് ട്രംപ് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അത് യുദ്ധം ചെയ്ത് നേടിയതാണ്. അതെ, ട്രംപ് അത് ഒരിക്കലും അനുകൂലിക്കുകയില്ല. എന്നിട്ടോ ഈ പ്രദേശങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളാണ്. റഷ്യൻ ഭാഷ സംസാരിക്കുക, അവർക്ക് റഷ്യയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റിഫൈഡാണ്, കോസാണ്. അപ്പോൾ അത് അവരുടെ കൂടെ നിൽക്കും. ഒരിക്കലും വരാൻ പോകുന്ന വലിയൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ, ഒരിക്കലും യുക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കില്ല. അതാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഇനി റഷ്യയിൽ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്നിട്ട് യുക്രൈനെ പിടിച്ചടക്കണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് അത് നടക്കും. അല്ലെങ്കിൽ ട്രംപ് അവിടെ അധികാരത്തിലുണ്ടായിരിക്കണം അതൊന്ന് മാറ്റിമറിക്കാൻ. അമേരിക്കയുടെ പോളിസിയിലാവും, ഞങ്ങളെന്തിനാണ് എവിടെ പോയി യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾ ചൈനയോടാണ് ഞങ്ങളുടെ വ്യാപാര യുദ്ധം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർന്നു. റഷ്യയുടെ കൂടെ പോരും. അങ്ങനെ പല രാജ്യങ്ങളും തിരിച്ചു പിടിച്ചിട്ടുണ്ട് റഷ്യ പുട്ടിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ സംഭവിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.